മക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രിപ്പോസിഷൻ ക്വിസ് ആണ്. അപ്പൊ ഗ്രാമർ പഠിക്കുമ്പോൾ നമ്മൾ പ്രിപ്പോസിഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? സോ അതറിയുന്നതായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെയുള്ള ക്വിസിൽ എത്ര എണ്ണം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ആൻഡ് കറക്റ്റ് ആൻസേഴ്സ് എത്രയാണെന്നുള്ളത് താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രിപ്പോസിഷൻ ക്വിസ് ആണ്. സോ സിമ്പിൾ ആയിട്ടുള്ള ക്വിസ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ദ ക്യാറ്റ് ഈസ് ഡാഷ് ദ ടേബിൾ. ദ ക്യാറ്റ് ഈസ് ഡാഷ് ദ ടേബിൾ. ഇൻ ദ ടേബിൾ ആണോ, അണ്ടർ ദ ടേബിൾ ആണോ, ഓൺ ദ ടേബിൾ ആണോ? നിങ്ങൾ തനിയെ ആൻസർ ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 സെക്കൻഡ് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കുക, എന്നിട്ട് തനിയെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് പ്ലേ ചെയ്താൽ മതി കേട്ടോ. സോ ദ ക്യാറ്റ് ഈസ് ഡാഷ് ദ ടേബിൾ. ടേബിളിന്റെ മുകളിലാണ് അല്ലേ. സോ നമുക്ക് എങ്ങനെ പറയാം? ദ ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. എങ്ങനെ പറയാം? ദ ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബുക്ക് ഈസ് ഡാഷ് ദ ചെയർ. ദ ബുക്ക് ഈസ് ഡാഷ് ദ ചെയർ. ബുക്ക് എവിടെയാണ്? ചെയറിന്റെ അടിയിലാണ് അല്ലെ. സോ അണ്ടർ ആണോ, നിയർ ആണോ, ഇന്നാണോ? ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ ബുക്ക് ഈസ് അണ്ടർ ദ ചെയർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ദ ബുക്ക് ഈസ് അണ്ടർ ദ ചെയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ദ മൗസ് ഈസ് ഡാഷ് ദ ബെഡ്. ദ മൗസ് ഈസ് ഡാഷ് ദ ബെഡ്. നെക്സ്റ്റ് ആണോ, എബോവ് ആണോ, ഓൺ ആണോ? ബെഡിന്റെ അടുത്താണ് അല്ലെ. നമുക്ക് എങ്ങനെ പറയാം? ദ മൗസ് ഈസ് നെക്സ്റ്റ് ടു ദ ബെഡ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ദ ഡോഗ് ഈസ് ഡാഷ് ദ ബുക്സ്. ഡോഗ് ഇതാ ബുക്സിന്റെ രണ്ടിനെയും നടുക്കാണ് അല്ലെ. സോ നമുക്കത് എങ്ങനെ പറയാം? ബിറ്റ്വീൻ, നിയർ, നെക്സ്റ്റ് ടു. ഇതാണ് നമുക്ക് പറയാൻ പറ്റുക. യെസ്, ദ ഡോഗ് ഈസ് ബിറ്റ്വീൻ ദ ബുക്സ്. ബുക്സിന്റെ രണ്ടിന്റെയും നടുവിൽ അല്ലെങ്കിൽ നടുക്കുന്ന എങ്ങനെയാ പറയാ? ബിറ്റ്വീൻ എന്നാണ് പറയാ. സോ ദ ഡോഗ് ഈസ് ബിറ്റ്വീൻ ദ ബുക്സ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബോയ് ഈസ് ഡാഷ് ദ ഹൗസ്. ദ ബോയ് ഈസ് ഡാഷ് ദ ഹൗസ്. വീടിന്റെ ഉള്ളിലാണ് ബോയ് അല്ലെ. സോ ഓപ്ഷൻസിൽ ഓൺ ഉണ്ട്, ഇൻ ഉണ്ട്, നിയർ ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് വീടിന്റെ ഉള്ളിലാണെന്ന് പറയാൻ പറ്റുക? ദ ബോയ് ഈസ് ഇൻ ദ ഹൗസ്. ദ ബോയ് ഈസ് ഇൻ ദ ഹൗസ്. അടുത്ത നോക്കിക്കേടാ. ദ സൺ ഈസ് ഡാഷ് ദ ഫ്ലവേഴ്സ്. ദ സൺ ഈസ് ഡാഷ് ദ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിന്റെ മുകളിലാണ് സൺ അല്ലെ. നമുക്ക് എങ്ങനെ പറയാം? ഓപ്ഷൻസിൽ ബിലോ ഉണ്ട്, എബോവ് ഉണ്ട്, അണ്ടർ ഉണ്ട്. അപ്പൊ ഇതിൽ ഇതാണ് കറക്റ്റ് ആൻസർ. മുകളിൽ എന്നുള്ള ആൻസർ ഇതാണ്, എബോവ്. The sun is above the flowers എന്നുള്ളതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The ball is dash the car. The ball is dash the car. അണ്ടർ ആണോ, ബിറ്റ്വീൻ ആണോ, ഇൻ ഫ്രണ്ട് ഓഫ് ആണോ? നമുക്കറിയാം കാറിന്റെ മുമ്പിലാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം? The ball is in front of the car. The ball is in front of the car അല്ലെ. കാറിന്റെ മുകളിലാണ്, കാറിന്റെ മുമ്പിലാണ് ബോൾ ഉള്ളത്. സോ the car is in the ball is in front of the car എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The monkey is dash the tree. The monkey is dash the tree. നിയർ ആണോ, നെക്സ്റ്റ് ആണോ, ഇൻ ഫ്രണ്ട് ഓഫ് ആണോ? The monkey is near the tree എന്ന് പറഞ്ഞാൽ ട്രീയുടെ അടുത്താണ് അല്ലെ. ഇത് തൊട്ടടുത്താണോ, കുറച്ച് ദൂരെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം? നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഏകദേശം അടുത്തായിട്ട്. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരത്തിന്റെ മുമ്പിൽ. ഇത് മുൻപിലാണോ? അല്ല. സോ നെക്സ്റ്റ് എന്നുള്ളതാണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. The monkey is next to the tree. അടുത്തത് നോക്കിക്കേടാ. The monkey is dash the tree. ഇപ്പൊ എന്താണ്? ഇപ്പൊ നമ്മുടെ മങ്കി ഇതിന്റെ അടുത്താണ്, മരത്തിന്റെ അടുത്താണ്. സോ നിയർ ദ ട്രീ എന്നുള്ളതാണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. The monkey is near the tree. ഓക്കെ. സോ ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റി എന്നുള്ളത് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് എത്ര എണ്ണം ആൻസർ ചെയ്യാൻ പറ്റി എന്ന് ചോദിക്കുക കേട്ടോ. സോ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.